തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് മുന്നേറ്റം. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 8 മുനിസിപ്പാലിറ്റികൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയായി. അന്തിമ പട്ടിക ഓഗസ്റ്റ് 30-ന്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച പൊതുയിട ശുചീകരണ ദിനം ഔപചാരിക ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കിലയുടെയും ബ്രിങ് ബാക്ക് ഗ്രീനിന്റെയും മേൽനോട്ടത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ പഞ്ചായത്ത് കാലാവസ്ഥ മോക്ക് പാർലമെന്റ് നടത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ റാങ്ക് ചെയ്യുന്നതിനായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സ്വച്ഛ് സർവേക്ഷൺ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 8 മുനിസിപ്പാലിറ്റികൾ ഇടം നേടി. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റിയുടെ പട്ടികയിൽ കൊച്ചി കോർപ്പറേഷനാണ് ആദ്യ 50 റാങ്കിങ്ങിനുള്ളിൽ കേരളത്തിൽ നിന്ന് 1-ാം സ്ഥാനത്തെത്തിയത്. രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കൊച്ചി 50-ാം സ്ഥാനത്താണ്. തൊട്ടുപിന്നാലെ 53-ാം റാങ്കിലുള്ള മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരു സംസ്ഥാനത്തെ ശുചിത്വ നഗരം വാഗ്ദാനം ചെയ്യുന്നതിനുള്ള പ്രത്യേക ദേശീയ പുരസ്കാരം ലഭിച്ചു. ഓരോ സംസ്ഥാനത്തെ മികച്ച ശുചിത്വ നഗരങ്ങൾക്കുള്ള പ്രോമിസിംഗ് സ്വച്ഛ് ഷഹർ പുരസ്കാരമാണ് മട്ടന്നൂരിന് ലഭിച്ചത്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് എന്നിവർ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൽ നിന്ന് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി. അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ, സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു ബി ജോസ്, ജോയിന്റ് ഡയറക്ടർ മുഹമ്മദ് ഹുവൈസ് എന്നിവരും സംബന്ധിച്ചു. ശുചിത്വ റാങ്കിങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ 58, കോഴിക്കോട് കോർപ്പറേഷൻ 70, ആലപ്പുഴ മുനിസിപ്പാലിറ്റി 80, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 82, തിരുവനന്തപുരം കോർപ്പറേഷൻ 89, കൊല്ലം 93 എന്നിവയാണ് ആദ്യ 100 സ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് മുനിസിപ്പാലിറ്റികൾ. ആദ്യമായി കേരളത്തിലെ 23 മുനിസിപ്പാലിറ്റികൾ മാലിന്യരഹിത നഗരം സ്റ്റാർ റേറ്റിംഗുകളും നേടി. ആലപ്പുഴ, ഷൊർണൂർ, പട്ടാമ്പി മുനിസിപ്പാലിറ്റികൾക്ക് 3 സ്റ്റാർ റേറ്റിംഗും 20 മുനിസിപ്പാലിറ്റികൾക്ക് 1 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു. 2023 ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ മാലിന്യ സംസ്കരണത്തിൽ കേരളം കൈവരിച്ച വലിയ മുന്നേറ്റങ്ങളെയാണ് അവാർഡുകൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ഡൽഹിയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ഇന്ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 1034 തദ്ദേശ സ്ഥാപനങ്ങളുടെ 20,998 വാർഡുകളിലായി 2,66,78,256 വോട്ടർമാരാണ് ഉള്ളത്. 2024 സമ്മറി റിവിഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച പൊതുയിട ശുചീകരണ ദിവസമായി ആചരിക്കുന്നതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. വൃത്തിയുള്ള പൊതുയിടങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് 3-ാമത്തെ ശനിയാഴ്ചകളിൽ ജനകീയ ശുചീകരണം നടത്താൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പരിപാലനത്തിലുമെല്ലാം കേരളം കൈവരിക്കുന്ന മാതൃകാപരമായ നേട്ടം സുസ്ഥിരമായി നിലനിർത്തുകയാണ് ജനകീയ ശുചീകരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരം വൃത്തിയാക്കിയായിരുന്നു ജനകീയ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. കിലയുടെയും ബ്രിങ് ബാക്ക് ഗ്രീനിന്റെയും മേൽനോട്ടത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ പഞ്ചായത്ത് കാലാവസ്ഥ മോക്ക് പാർലമെന്റ് നടത്തി. ക്രൈസ്റ്റ് കോളേജിൽ നടന്ന പഞ്ചായത്ത് കാലാവസ്ഥ പാർലമെന്റ് ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെയും സെയിൻറ് ജോസഫ്സ് കോളേജിലെയും തിരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സ് കഴിഞ്ഞ ഒരു വർഷമായി ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ മുരിയാട്, പടിയൂർ, പൂമംഗലം, ഇരിഞ്ഞാലക്കുട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ
കാലാവസ്ഥാ മാറ്റമുണ്ടാക്കിയ ആഘാതങ്ങളും അതിജീവന പദ്ധതികളെപ്പറ്റി പൊതുജനങ്ങളുമായി സംവദിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പാർലമെൻറ്റിൽ ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടത്. റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഏറ്റുവാങ്ങി. കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സെൻറ് ജോസഫ്സ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജന, കില പ്രൊഫസർ ഡോക്ടർ മോനിഷ് ജോസ്, ഡോക്ടർ എസ് ശ്രീകുമാർ, ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, അഖിലേഷ്, നിതിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. തിരുവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തു. തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M ശ്രീലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലായിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി 2026 മാർച്ചോടെ പൂർണ്ണമായി നീക്കം ചെയ്ത് ഉദ്ഘാടനം നടത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കല്ലായിപ്പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം സാധ്യതയടക്കം ഉൾപ്പെടുത്തി പദ്ധതിയുടെ തുടർ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് വിശദമായി DPR തയ്യാറാക്കി കോഴിക്കോട് കോർപ്പറേഷന് നൽകാനും നിർദ്ദേശിച്ചു. ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം പട്ടിക തയ്യാറാക്കി അവലോകനം നടത്തണം. പുഴ ശുചീകരണത്തിന് 12.98 കോടി രൂപയുടെ പദ്ധതിയാണ് കോർപ്പറേഷൻ ആവിഷ്കരിച്ചത്. ബാർജ്, ഡ്രഡ്ജർ, എക്സ്കവേറ്റർ എന്നിവ ഉപയോഗിച്ചാണ് ചെളി നീക്കം ചെയ്യുക. യോഗത്തിൽ അഹമ്മദ് തേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേരാനല്ലൂർ പഞ്ചായത്തിൽ വയോജനോത്സവം, പകൽ വീട് ഉദ്ഘാടനം എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച വയോജനോത്സവവും പകൽ വീട് പദ്ധതിയും ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂർ NSS ഹാളിൽ നടന്ന പരിപാടിയിൽ TJ വിനോദ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ചിറ്റൂർ അമ്പലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച വയോജന റാലിയുടെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ് നിർവഹിച്ചു. തുടർന്ന് 100ഓളം വയോജനങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 400 വയോജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വിഭവസമൃദ്ധമായ സദ്യ നൽകി. പരിപാടി അവതരിപ്പിച്ച വയോജനങ്ങൾക്ക് മെമൻറ്റോ നൽകി ആദരിച്ചു. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും നവീകരിച്ച ഹാൾ തുറന്നു കൊടുക്കലും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മുളയംകാവ് സെന്ററിൽ നടന്ന ചടങ്ങിൽ 126 കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. ഒപ്പം നവീകരിച്ച EMS ഹാളും മന്ത്രി തുറന്നുകൊടുത്തു. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 4,67,000 പേർക്ക് വീടുകൾ അനുവദിക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. 1 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പുതിയതായി 1 ലക്ഷത്തോളം വീടുകൾ കൂടി അനുവദിക്കും. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക 1036 കോടി രൂപ ഈ വർഷം ബജറ്റിൽ സർക്കാർ ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കി വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 60 ലക്ഷം രൂപ ചെലവിട്ടാണ് ഹാളിൻ്റെ നവീകരണം നടത്തിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം A ഷാബിറ, വൈസ് പ്രസിഡന്റ് TK ഇസഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം നഗരസഭയിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ശേഖരണം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KB ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ്, കൗൺസിലർമാരായ സത്യനാരായണൻ, രജനി, വസന്തകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ EK രാജേഷ്, വിശ്വംഭരൻ, ആശ തോമസ് എന്നിവർ പങ്കെടുത്തു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ ATM സ്ഥാപിച്ചു. കഞ്ചിക്കോട് വാതക ശ്മശാനത്തിന് സമീപം സ്ഥാപിച്ച വാട്ടർ ATMൻ്റെ ഉദ്ഘാടനം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ് നിർവഹിച്ചു. ഇതോടെ 4ാമത്തെ വാട്ടർ ATMമാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിക്കുന്നത്. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാട്ടർ ATM നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K അജീഷ്, വാർഡംഗങ്ങളായ M സുഭാഷ്, ഷൺമുഖൻ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് BDO TL അജീഷ് കുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി കൽമണ്ഡപം കനാൽ പരിസരത്ത് ശുചീകരണം നടത്തി. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ജനപ്രതിനിധികൾ, മരുത റോഡ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കനാൽ പരിസരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജോബ് ഫെസിലിറ്റേഷൻ പ്രവർത്തനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ്, CDS ചെയർപേഴ്സൺ TR അംബിക, കമ്മ്യൂണിറ്റി അംബാസിഡർ വിദ്യ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ ചെക്കിയാട്ടുകാവിൽ ജില്ലയിലെ രണ്ടാമത്തെ ഫിഷ് മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB അജിത ഉദ്ഘാടനം ചെയ്തു. മത്സ്യഫെഡിന്റെ പരിശീലനം ലഭിച്ച 2 കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഫിഷ് മാർട്ടിന്റെ നടത്തിപ്പ് ചുമതല. മത്സ്യഫെഡ് ഭരണസമിതി അംഗം VK മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി ആദ്യ വിൽപ്പന നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AT രാമചന്ദ്രൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രേഷ്മ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സഞ്ചാരികൾക്ക് നവ്യാനുഭവം പകരുന്ന കാഴ്ചകളൊരുക്കി പായം പഞ്ചായത്തിലെ ഇരിട്ടി പെരുമ്പറമ്പ് ഇക്കോ പാർക്ക്. കുട്ടികൾക്കായി വിവിധ തീമുകളിലുള്ള പാർക്ക്, വിവിധ മൃഗങ്ങളുടെ ശില്പങ്ങൾ, പുൽത്തകിടികൾ, വാച്ച് ടവർ, ആംഫി തിയേറ്റർ, വാക്ക്വേ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിലൂടെയാണ് പഴശ്ശി ജലസേചന പദ്ധതിയുടെ ഭാഗമായ പെരുമ്പറമ്പ് പുഴയോരത്ത് 4.5 ഏക്കർ ഭൂമിയിൽ ഇക്കോ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രാമഹരിത സമിതിക്കാണ് പാർക്കിന്റെ നടത്തിപ്പ് ചുമതല. വിനോദസഞ്ചാര വകുപ്പിന്റെയും പായം പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നിലവിലുണ്ടായിരുന്ന പാർക്ക് ആധുനിക രീതിയിൽ നവീകരിക്കുകയായിരുന്നു. വിനോദസഞ്ചാര വകുപ്പിന്റെ 50 ലക്ഷം രൂപയും പായം ഗ്രാമപഞ്ചായത്തിന്റെ 40 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. പഴശ്ശി ജലസമ്പന്ന പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകൾ കുടുംബസമേതം ഇവിടെ എത്തുന്നു. ഇരിട്ടിപ്പുഴയുടെ തീരത്ത് നിർമ്മിച്ച ഈ കേന്ദ്രം പൂർണ്ണമായും പ്രകൃതി സൗഹൃദപരമായ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതികൾ പരിഹരിക്കാനുള്ള ജാഗ്രതാ സമിതി പരാതിപ്പെട്ടികളുടെ വാർഡുതല വിതരണോദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്തിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രജനി വിതരണം ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 അങ്കണവാടികളിലേക്കും ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ഓഫീസുകളിലേക്കുമാണ് പരാതിപ്പെട്ടികൾ നൽകിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി അധ്യക്ഷനായി. സെക്രട്ടറി ഇൻചാർജ് ജെയിംസ് T തോമസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K സ്മിത, സ്കൂൾ കൗൺസിലർ റോസ്മേരി മാത്യു, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ M അനുജ, T റസിയ, അങ്കണവാടി വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. മാസം തോറും വീടുകളിൽ നിന്ന് മാലിന്യമെടുക്കാൻ വരുന്ന ഹരിതകർമ്മസേനകളിൽ നിന്ന് വ്യത്യസ്തരായി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. പ്ലാസ്റ്റിക്കും പഴന്തുണികളുമെല്ലാം വരുമാനമാർഗമാക്കിയാണ് ഇവർ മാതൃക കാഴ്ചവെക്കുന്നത്. LED ബൾബ് റിപ്പയറിംഗ്, പൂച്ചട്ടി, തുണിസഞ്ചി, ഇനോക്കുലം, ചകിരി കമ്പോസ്റ്റ് എന്നിവയുടെ നിർമ്മാണം, ഹരിതമംഗല്യം, ഡിഷ് വാഷ് യൂണിറ്റ്, ക്ലീനിംഗ് യൂണിറ്റ് എന്നിങ്ങനെ 8 യൂണിറ്റുകളാണ് ഇവരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 14 വാർഡുകളിലെ 4 ക്ലസ്റ്ററുകളിലായി 28 ഹരിതസേനാംഗങ്ങളാണ് സംരംഭങ്ങൾ നടത്തുന്നത്. ഒരു ക്ലസ്റ്ററിലെ 1 വീതം അംഗങ്ങൾ ചേർന്നാണ് ഒരു സംരംഭം നടത്തുന്നത്. അതിനാൽ തന്നെ എല്ലാ അംഗങ്ങളും എല്ലാ സംരംഭങ്ങളുടെയും ഭാഗമാകും. യൂസർ ഫീക്ക് പുറമെ ഈ സംരംഭങ്ങൾ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. കളക്ഷൻ കലണ്ടർ പ്രകാരം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുണികൾ പൂർണ്ണമായും അണുവിമുക്തമാക്കി സിമൻറ്റ് ഉപയോഗിച്ച് ചെടിച്ചട്ടി നിർമ്മാണം, കേടായ LED ബൾബുകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് നിശ്ചിത സർവീസ് ചാർജ് ഈടാക്കി റിപ്പയർ ചെയ്ത് നൽകുന്നതിന് വരുമാനത്തിനൊപ്പം പാരിസ്ഥിതിക ദോഷവും മാലിന്യവും കുറയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സജീവമാണ്. തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്, ഇനോക്കുലം നിർമ്മാണ യൂണിറ്റ്, ചകിരി കമ്പോസ്റ്റ് യൂണിറ്റ്, ഹരിത പ്രോട്ടോകോൾ പാലിച്ച സ്റ്റീൽ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ്, ക്രോക്കറി പ്ലേറ്റ് എന്നിവ നിർത്തിച്ചു നൽകുന്ന ഹരിതമാംഗല്യം യൂണിറ്റ്, കരാർ വ്യവസ്ഥയിൽ പ്ലേറ്റുകളും മറ്റും കഴുകി നൽകുന്ന ഡിഷ് വാഷിംഗ് യൂണിറ്റ്, പൂട്ടിക്കിടക്കുന്ന വീട്, നിർമ്മാണം പൂർത്തിയാക്കിയ വീട് എന്നിവ കരാർ വ്യവസ്ഥയിൽ ശുചീകരിച്ചു നൽകുന്ന ക്ലീനിംഗ് യൂണിറ്റ് തുടങ്ങി വൈവിധ്യങ്ങളും ഇവർ ചെയ്തു വരുന്നുണ്ട്. ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേന, ഹരിത സംരംഭങ്ങളുടെ അവതരണം എന്നിവയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണപുരം. മാനന്തവാടി ഗാന്ധി പാർക്ക്, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ മുതൽ ഫോറസ്റ്റ് ഓഫീസ് പരിസരം വരെ മാനന്തവാടി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. തെരുവ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ CK രത്നവല്ലി നിർവഹിച്ചു. 75 ലക്ഷം രൂപ ചെലവിലാണ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജേക്കബ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി K ഉസ്മാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സമഗ്ര പുരയിട കൃഷി വികസനത്തിന്റെ ഭാഗമായി വളങ്ങൾക്കുള്ള പെർമിറ്റ് വിതരണം ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു. ഇലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതാണ് സമഗ്ര പുരയിട കൃഷി വികസന പദ്ധതി. 50 മുതൽ 75% വരെ സബ്സിഡിയോടുകൂടി ചെറുകിട നാമമാത്ര കർഷകർക്ക്
വളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സമഗ്ര പുരയിട കൃഷി വികസനം. 8 ലക്ഷത്തിലേറെ രൂപയാണ് പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത്. നേർവളങ്ങൾ സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം ഏകദേശം 400ഓളം കർഷകർക്ക് പ്രയോജനം ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൃഷി ഓഫീസർ എൽദൂസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജിനി ജിജോയ്, മാജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ബെനിഫിസ് എം സിറിയക് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രവർത്തനങ്ങൾ കാണാം. ആകാശത്തൂന്ന് താഴേക്ക് നോക്കിയാൽ ചന്തത്തിൽ എന്റെ നാട്, പച്ചയുടുത്തിട്ട് പാൽനദി തൊങ്ങാലിട്ടാകെ തൊടുത്തതാണ് എന്റെ നാട്. താഴെ ഈ മണ്ണിൽ നിന്നപ്പുറം നോക്കിയാൽ ആകെയും സുന്ദര പാലരുവി, പായം പുഴകളിൽ തണ്ണീർ തടങ്ങളിൽ നമ്മൾ കലർത്തിയ പാതകങ്ങൾ. കൂടുതൽ നമുക്ക് തുണികൾ കൊണ്ടുള്ള സഞ്ചി മതി. സ്വച്ഛമാം കാറ്റും പരിസ്ഥിതിയും നമുക്കൊന്നിച്ചു നാടിനെ വീണ്ടെടുക്കാം. വ്യക്തി ശുചിത്വം പോലത്രയും ശുദ്ധമായി കാക്കണം വീടും പരിസരവും. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മ വേണം. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിൽ പോലും പച്ചക്കറി വിത്ത് പാകേണം. വേണ്ട പ്ലാസ്റ്റിക് കൂടുതൽ നമുക്ക് തുണികൾ കൊണ്ടുള്ള സഞ്ചി മതി. സ്വച്ഛമാം കാറ്റും പരിസ്ഥിതിയും നമുക്കൊന്നിച്ചു നാടിനെ വീണ്ടെടുക്കാം. വ്യക്തി ശുചിത്വം പോലത്രയും ശുദ്ധമായി കാക്കണം വീടും പരിസരവും. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരെ, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ 2024 ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ച് 2025 മാർച്ച് മാസം 30-ാം തീയതി കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു മഹായജ്ഞം കേരള സംസ്ഥാനത്ത് എമ്പാടും നടക്കാൻ വേണ്ടി പോവുകയാണ്. ആയതിൻ്റെ ഭാഗമായി മണമ്പൂർ ഗ്രാമപഞ്ചായത്തും ഒട്ടനവധി മാലിന്യ ശുചിത്വ സംസ്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടികളിൽ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മൃഗസംരക്ഷണ മേഖലയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അറിയാം. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർഷകരുടെ ഉപജീവന മാർഗമാണ് കൃഷിയും അനുബന്ധ മേഖലയായ ക്ഷീരമേഖലയും. കൃഷിയും മൃഗപരിപാലന മേഖലയിലൂടെയും ഉപജീവന മാർഗം കണ്ടെത്തുന്ന നിരവധി കർഷകരുള്ള ഒരു നാടാണ് വയനാട്. ഇവിടെയാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 2-ാം സ്ഥാനത്താണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പാൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ. 22 ക്ഷീരസംഘങ്ങൾ ഈ മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുണ്ട്. ആ ക്ഷീരസംഘങ്ങളെ കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുപടിക്കൽ സേവനം നൽകുന്ന സഞ്ചരിക്കുന്ന മൃഗാശുപത്രി, ഒരു വെറ്റിനറി സർജനും മരുന്നുകളുമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 5 പഞ്ചായത്തുകളിലും 22 ക്ഷീരസംഘങ്ങളിലൂടെ സഞ്ചരിച്ച് ആ സേവനം ഉറപ്പുവരുത്തുകയാണ്. മൃഗസംരക്ഷണ മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയുമാണ് ഈ പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തവിഞ്ഞാൽ, തിരുനെല്ലി, എടവക, തൊണ്ടർനാട്, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകളിലുള്ള ക്ഷീരകർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നുണ്ട്.
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയാണ് മൃഗസംരക്ഷണ മേഖലയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. 5 പഞ്ചായത്തിലെ 13 ഡിവിഷനിലുമായി 13 ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ 2 ദിവസം സേവനം കിട്ടാൻ പാകത്തിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. മൃഗാശുപത്രി അടുത്തില്ലാത്ത വിദൂര ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ 21 ക്ഷീരസംഘങ്ങളെയും 6 മൃഗാശുപത്രികളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പദ്ധതി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മൊബൈൽ വെറ്റിനറി ക്ലിനിക് എന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ സെൻറ്ററിൽ പോയിട്ട് കർഷകർ കൂടുതൽ വരുന്നുണ്ട്, മരുന്നുകൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ആൾക്കാർക്ക് സമയം, പൈസ, അവരുടെ അധ്വാനം ഒക്കെ ലാഭം കിട്ടുന്നുണ്ട്. സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വാഹനവും ഡോക്ടർ, ഡ്രൈവർ, അറ്റൻഡർ കൂടാതെ കർഷകർക്കാവശ്യമായ മരുന്നുകളുമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ യാത്ര. ക്യാമ്പ് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. ഇതിലെ വണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മൃഗാശുപത്രിയിലേക്ക് അങ്ങോട്ട് മാനന്തവാടിക്കോ കല്ലുവാടിക്കൊന്നും പോകണ്ടല്ലോ. ഇത് വരുന്ന ദിവസം നോക്കിയിട്ട് പശുവിന് സുഖമില്ലാത്തതോ അല്ലെങ്കിൽ എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് മരുന്ന് മേടിക്കൂ. ഇത് നല്ലൊരു ഉപകാരം തന്നെയാണ് ഇതിലെ വരുന്നത് തന്നെ. മൃഗങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾക്ക് മരുന്ന് ഈ പദ്ധതിയിലൂടെ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. 20 ലക്ഷം രൂപയുടെ വെറ്റിനറി മരുന്നുകളാണ് ഈ മൃഗാശുപത്രി വഴി കർഷകർക്ക് നൽകി വരുന്നത്. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ക്ഷീരകർഷകർ അനുഭവിക്കുന്ന വിവിധ തരം രോഗങ്ങൾക്കുള്ള പ്രതിരോധ മാർഗങ്ങളും സഞ്ചരിക്കുന്ന മൃഗാശുപത്രി വഴി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. മൃഗങ്ങളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി പ്രതിരോധ മരുന്നുകളടക്കം നൽകി ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് സഞ്ചരിക്കുന്ന മൃഗാശുപത്രി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ വണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടും ഈ മരുന്ന് വീടുകളുടെ പടിക്കലെത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് ഉപകാരപ്രദമായി ഇതെന്നും നിലനിർത്തണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടി കർഷകൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. വയനാട്ടിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം മൃഗപരിപാലനമില്ലാതെ ഒരിക്കലും മുന്നോട്ടു പോകാൻ കർഷകർക്ക് സാധിക്കില്ല. ഇവിടെയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയോട് ഒപ്പമുള്ളത്. ഞാൻ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം 21 ഗുണഭോക്താക്കളുണ്ടായിരുന്നു. 21 ഗുണഭോക്താക്കൾക്ക് നമ്മൾ എന്താണോ അവരുടെ ആവശ്യം അതനുസരിച്ച് സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടും ഭൂമിയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അവർക്ക് അവർക്കാവശ്യമുള്ള മരുന്നുകളും വീടുകളിൽ ആശാവർക്കർ മുഖേന വീടുകളിൽ എത്തിക്കുന്ന സംവിധാനത്തിലൂടെ അവർക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വരുമാന മാർഗമില്ലാത്ത ആളുകൾക്ക് കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതി പ്രകാരം കോഴിയും കൂടും കൊടുത്തുകൊണ്ട് ഓരോരുത്തർ അതിൽ നിന്ന് മുക്തരാക്കി. ആരോഗ്യ മേഖലയിൽ റേഷൻ കാർഡില്ലാത്തവർക്ക് റേഷൻ കാർഡ്, തൊഴിൽ കാർഡില്ലാത്തവർക്ക് തൊഴിൽ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡില്ലാത്തവർക്ക് ആ കാർഡ്, അതുപോലെ പിന്നെ ഭിന്നശേഷിക്കാരായ 4 ആളുകളുണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ കാർഡ് എടുത്ത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുകയും പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് പെൻഷൻ അനുവദിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത് അവരെ അതിൽ നിന്നും മുക്തരാക്കി. ഇപ്പോൾ താന്യം പഞ്ചായത്ത് ദരിദ്ര മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു കണ്ടീഷനിലായിട്ടാണ് നിൽക്കുന്നത്. കാർഷിക മേഖലയിൽ നമ്മൾ എല്ലാ വർഷവും തെങ്ങിന് ഒരു 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് തെങ്ങ് വളം, മാഗ്നീഷ്യം സൾഫേറ്റ്, അതുപോലെ തന്നെ പൊട്ടാഷ്യം, ജൈവവളം, കപ്പലിൻ്റെ പിണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ നിരവധി വളങ്ങൾ എല്ലാ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർഷകർക്ക്. പിന്നെ വാഴയ്ക്ക് വളം കൊടുക്കും,
അതുപോലെ തന്നെ പച്ചക്കറി കാർഷിക മേഖലയിൽ പച്ചക്കറി തൈ വിതരണം, അതിന് ധനസഹായം, നെല്ല് കൃഷി ചെയ്യുന്നവർക്ക് നെൽകൃഷിക്ക് വിത്ത്, വളം എന്നിവ കൊടുക്കുന്നു. സബ്സിഡി ആയിട്ടും ഫ്രീ ആയിട്ട് നെൽവിത്ത് ഓരോ പാടശേഖരങ്ങൾ മുഖേന അവർക്ക് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി കൃഷിഭവൻ മുഖേന ഇടവേള കൃഷി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗിന് പകരം ഇപ്പോൾ HDP പോട്ട്, അങ്ങനെ കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നല്ലൊരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ തൃപ്രയാർ ആശുപത്രി CHC ബ്ലോക്കിൻ്റെ കീഴിലായിരുന്നു. അത് നമുക്ക് ഏറ്റെടുത്ത് FHC എന്ന പേരിൽ നമ്മളത് ഏറ്റെടുക്കുകയും ഒരു ഡോക്ടർ, ഒരു ടെക്നീഷ്യൻ, എക്സ്റേ ഇവരുടെയൊക്കെ ശമ്പളം നമ്മൾ പദ്ധതിയിലൂടെ വെച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ, അതായത് ആദ്യം നമ്മളൊരു 4 ലക്ഷം രൂപ മരുന്നിന് വയ്ക്കും ആളുകൾക്ക് വേണ്ടി. അത് കഴിയുമ്പോൾ റിവിഷനിൽ കൂടുതൽ ഫണ്ടുകൾ വെച്ചുകൊണ്ട് അവർക്ക് മരുന്ന് എല്ലാ ഇപ്പോൾ ഷുഗറും പ്രഷറും അങ്ങനെ നിരവധി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനായിട്ട് നമ്മൾ ഫണ്ട് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ പാലിയേറ്റീവിന് നിരവധി പാലിയേറ്റീവ് 354ഓളം പാലിയേറ്റീവ് രോഗികൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള മരുന്നുകളും എല്ലാ മാസവും ഹോം കെയർ ആശാ വർക്കർ മുഖേന, അതുപോലെ അതിൻ്റെ നേഴ്സൊക്കെ ആയിട്ട് ഡോക്ടറൊക്കെ ആയിട്ട് പാലിയേറ്റീവിന് അവരെ വീടുകളിൽ ഹോം കെയർ പോകുകയും നല്ലൊരു പ്രവർത്തനം തന്നെ ആശാ വർക്കർമാരും പാലിയേറ്റീവ് നേഴ്സൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. കൗമാരക്കാരായ കുട്ടികൾക്ക് മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു പദ്ധതി നമ്മൾ സാമീപ്യത എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 45-നും 50 വയസ്സുള്ളവർക്കും 50 തൊട്ട് എത്രയോ 60 വയസ്സ് തൊട്ടിട്ട് മുകളിലേക്കുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഒരു പ്രത്യേക പദ്ധതിയാണ്. അവരുടെ വിഷമങ്ങളൊക്കെ കൗൺസിലിംഗ് മുഖേന നടപ്പിലാക്കുന്നതിനും, പിന്നെ അവർക്ക് കിറ്റ്, മരുന്നിൻ്റെ കിറ്റ് ഏതാണ്, ആയുർവേദമാണോ ഹോമിയോണോ അലോപ്പതിയാണോ ഏതാണ് അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ ഡോക്ടർമാരെല്ലാവരും കൂടി ഒരു ക്യാമ്പ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്താണോ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ മരുന്നിലൂടെ എന്താണ് അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ നൽകാനായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ തെളിനീർ ഒഴുകട്ടെ എന്ന പദ്ധതിയിലൂടെ കുളവാഴകൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ ചാലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ കുറേ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ എല്ലാ പൊതുസ്ഥാപനങ്ങളിലേക്കും നമ്മൾ വേസ്റ്റ് ബിന്നുകൾ, ബോട്ടിൽ ബൂത്തുകൾ കവലകളിലൊക്കെ വെച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ ബയോ ബിന്നുകളൊക്കെ കൊടുത്ത് വേസ്റ്റുകൾ, പിന്നെ MCF നമുക്ക് നല്ലൊരു MCF ഉണ്ട്. അതുപോലെ തന്നെ 32ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ നല്ലൊരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ മിനി MCFകൾ ഓരോ വാർഡിലും മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ മാലിന്യങ്ങൾ ഓരോ വാർഡിലെടുത്ത് മിനി MCFൽ വെക്കുകയും അവിടെ നിന്ന് വണ്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ വലിയ ഒരു മിനി MCF ഉണ്ട്, അതിലേക്ക് കൊണ്ടുവയ്ക്കുകയും ഹരിതകർമ്മസേന സെഗ്രിഗേഷൻ നടത്തി അതിലത്തെ വേസ്റ്റുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വേർതിരിച്ച് അതൊക്കെ കയറ്റി അയക്കുന്ന ക്ലീൻ കേരളയ്ക്കൊക്കെ കയറ്റി അയക്കുന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ൾക്ക് വേണ്ടി നമ്മൾ കൃഷിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പച്ചക്കറി കൃഷി തൈകൾ വിതരണം, അതുപോലെ തന്നെ നിലമൊരുക്കുന്നതിന് കൂലിച്ചെലവ്, ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിന് പകരം നമ്മൾ പറഞ്ഞു HDP പോട്ടാണ്. അതൊക്കെ കൊടുത്തുകൊണ്ട് കൃഷിക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് നമ്മുടെ വനിതകൾക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകാൻ സാധിക്കാത്ത പല ദൂര സ്ഥലങ്ങളിൽ പോകാത്ത പല ആളുകൾക്കും 2 വീലറുകൾ കൊടുത്തുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമീപ്യം, സ്ത്രീകൾക്ക് വേണ്ടി സാമീപ്യം പദ്ധതിയിലൂടെ അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അതായത് കൗൺസിലിംഗ് കൊടുക്കുകയും അതുപോലെ തന്നെ ഏത് ഡോക്ടർമാരെ തന്നെ കാണുക, അതായത് അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അതിൽ ഏതാണോ മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്നിനനുസരിച്ചുള്ള ഡോക്ടർമാരെ കണ്ട് അവർക്കതിനുള്ള മരുന്ന് കിറ്റ്
ഓരോ മാസം കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ പുതിയതായിട്ട് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് നമ്മൾ നീന്തൽ മത്സരം, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതൊക്കെ പദ്ധതിയിലൂടെ വെച്ചിട്ടുണ്ട്. കേരളോത്സവം നമ്മൾ നടത്തുന്നുണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ്, ഫർണിച്ചർ, ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ബേസിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി പ്രളയ സമയത്തൊക്കെ നമ്മൾ RRTകളെ രൂപീകരിക്കുകയും അത് അവരുടെ നല്ലൊരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ കാഴ്ചവെക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ നമ്മുടെ സരയൂ തീരം, തൂക്കുപാലം എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെ. അവിടെ ടേക്ക് ആൻഡ് ബ്രേക്ക് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു പാർക്ക് സംവിധാനം സരയൂ തീരത്തുണ്ട്. ഇപ്പോൾ ഒരു 50 ലക്ഷം MLA ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പേരിൽ ഒരു 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ TSഉം ASഉം ഒക്കെ കിട്ടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ മുനയം ബണ്ട് സ്ഥിരം സംവിധാനം, പുളിക്കെട്ടുകൾ കുറേ ഉണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, അതൊക്കെ സ്ഥിരം സംവിധാനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സരയൂ തീരത്ത് ഈ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. അതുപോലെ കരുവാങ്കുളം ഭാഗത്ത്, പുത്തൻതോട് ഭാഗത്ത് ഒരു ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് പൈസ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഭാവിയിലുള്ളത്. തദ്ദേശം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും.